ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ജൂൺ 6 ഇന്ന് നമ്മൾ വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഒരുക്കത്തിൻ്റെ 2ാമത്തെ ദിവസമാണ് ഇന്ന്. അതുപോലെ ഈശോയുടെ തിരുഹൃദയത്തിലെ 5ാമത്തെ അറയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. എന്താണ് ഈ 5ാമത്തെ അറയിലുള്ളത്? നമ്മൾ കണ്ടു കഴിഞ്ഞു. ആദ്യത്തെ അറയിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം, നിത്യരക്ഷ. 2ാമത് വിശുദ്ധി. 3ാമത് സുഹൃതങ്ങളിൽ പൂർണ്ണത. 4ാമത് ദൈവഹിതത്തിന് യോജിച്ചിട്ടുള്ള ജീവിതം. ഇനി 5ാമത്തെ അറയിൽ എന്താണ്? ദൈവഹിതത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുക എന്നതാണ് 5ാമത്തെ അറ. ഈശോ പറയുകയാണ്, ഈ 5ാമത്തെ അറയിലെത്തിയ ആത്മാവ് എന്നെ സ്നേഹിക്കുവാനും സന്തോഷിപ്പിക്കുവാനുമുള്ള ആഗ്രഹത്താൽ ദാഹിക്കുകയാണ് എന്ന്. അതുപോലെ ദൈവഹിതത്തോടുള്ള അനുരൂപണം എന്നതിനപ്പുറത്തേക്ക് സ്നേഹത്താൽ നിറഞ്ഞ് ആത്മാവ് ഒരു കുതിച്ചുചാട്ടം നടത്തുകയാണ് എന്ന്. കഴിഞ്ഞ അറയിൽ ദൈവഹിതവും മനുഷ്യഹിതവും വെവ്വേറെ ഉണ്ടായിരുന്നു. എല്ലാം ദൈവം തരുന്നത് പോലെ സ്വീകരിക്കുവാൻ ആത്മാവ് യത്നിച്ചുകൊണ്ട് ഇരിക്കുകയുമായിരുന്നു. എന്നാൽ ഈ അറയിൽ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് കുതിച്ചു ചാടുന്ന ഒരു ആത്മാവ്. ദൈവഹിതം സ്വീകരിക്കുക മാത്രമല്ല, അതിനെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ആത്മാവ് ദൈവഹിതവുമായി ഒന്നാകുന്നു. ചുരുക്കം ആത്മാക്കൾ മാത്രമാണത്രേ 5ാം അറയിൽ എത്തുന്നത്. യേശു വീണ്ടും എടുത്തു പറഞ്ഞു, നോക്കൂ, സ്നേഹമാണ് നിങ്ങളെ ആദ്യ അറയിൽ, എൻ്റെ അമ്മയുടെ വിമല ഹൃദയത്തിൽ എത്തിച്ചത്. കൂടുതൽ പൗത്രീകരണവും വിശുദ്ധിയും നേടുവാനായി നിങ്ങളെ 2ാം അറയിലേക്ക് ആനയിച്ചതും സ്നേഹമാണ്. ശ്രേഷ്ഠ പുണ്യങ്ങളെ പൂർണ്ണതയുള്ളതാക്കുവാനായി 3ാം അറയെ കാക്ഷിച്ചതും സ്നേഹമാണ്. മനുഷ്യൻ്റെ ഇഷ്ടങ്ങളെ ദൈവഹിതത്തോട് ചേർക്കാനായി സ്നേഹമാണ് നിങ്ങളെ 4ാം അറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ദൈവവും ആത്മാവും ഒന്നാകേണ്ടതിന് 5ാം അറയിലേക്ക് നയിച്ചതും സ്നേഹം തന്നെ. ആത്മാവിന് സ്നേഹത്തോടുള്ള കീഴടങ്ങലിൻ്റെ ആഴമാണ് ഒരാളുടെ അനശ്വരതയെ നിർണയിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, സ്നേഹമാണ് സർവോത്കൃഷ്ടം. ആ തിരുവചനമെടുത്ത് വായിച്ചാൽ എല്ലാം നമുക്ക് മനസ്സിലാകും. 1 കൊറിന്തോസ് 13 അത് വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, ഞാൻ മനുഷ്യരുടെയും ദേവദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും, അതായത് ഭാഷാവരുണ്ടെങ്കിലും, സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടാകുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും, സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും, സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല. സർവസമ്പത്തും നമ്മൾ ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു, ദശാംശങ്ങൾ നമ്മൾ കൊടുക്കുന്നു, അങ്ങനെ നമ്മൾ പലതും ചെയ്യുന്നു. ശരീരം വേണമെങ്കിൽ ദഹിപ്പിക്കാൻ വിട്ടുകൊടുക്കും. പക്ഷേ സ്നേഹമില്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല. ഇത് മാത്രം ധ്യാനിച്ചാൽ മതി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാകും. സ്നേഹം ദീർഘക്ഷമയും ദയയുള്ളതുമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുകയില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകളില്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും. പക്ഷേ സ്നേഹം എന്നും നിലനിൽക്കും. സ്നേഹമാണ് സർവോത്കൃഷ്ടം എന്നാണ് പറയുന്നത്. വീണ്ടും 14 പറയുന്നുണ്ട്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. നമ്മളിത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും
നമ്മൾ പോകുന്ന ചില റൂട്ടുകൾ ശരിയല്ല എന്ന്. നമ്മൾ വിചാരിക്കും നമ്മൾ ഇത്രമാത്രം കുർബാനകളൊക്കെ പോയി കാണുന്നു, എന്തുമാത്രം നൊവേനകൾ ചൊല്ലുന്നു, എന്തുമാത്രം പ്രാർത്ഥനകൾ ചൊല്ലുന്നു, ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്യുന്നു, എല്ലാമുണ്ട്. പക്ഷേ സ്നേഹമില്ലാത്തത് കൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്ന് പല അപാകതകളും വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ഒരു വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ കുറ്റം പറയില്ല, അതെല്ലാം നമ്മൾ ക്ഷമിക്കും. ഒരു വ്യക്തിയെ നമ്മൾ ഉള്ളിൽ നിന്ന് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റും. അല്ലെങ്കിലോ യഥാർത്ഥ സ്നേഹമില്ലെങ്കിലോ ആ വ്യക്തിയെ കാണുമ്പോൾ പുറത്ത് ഒന്ന് ചിരിച്ചു എന്ന് വരുത്തി. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള മറ്റുള്ളവർ അപ്പുറത്തിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് കൂടുതൽ ചിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടത് സ്നേഹമാണല്ലോ. സ്നേഹമുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു ജീവിത പങ്കാളിയെ ഒരിക്കലും കുറ്റപ്പെടുത്തി സംസാരിക്കുകയില്ല. സ്നേഹമില്ലാത്തത് കൊണ്ടാണ് കുറ്റപ്പെടുത്തലുകൾ വരുന്നത്. അതുപോലെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വിഷമമുണ്ടാക്കുന്നത് നമ്മളൊന്നും ചെയ്യില്ല. അത് ജീവിത പങ്കാളിയായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, മരുമക്കളായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, നമ്മുടെ ബന്ധുമിത്രാദികളായിക്കോട്ടെ, ജോലിസ്ഥലത്തുള്ളവരായിക്കോട്ടെ, നമുക്ക് ആ വ്യക്തിയോട് യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ പോട്ടെ, ഈ സദസ്സിൻ്റെ മുമ്പിൽ വെച്ച് അവനെ വിഷമിപ്പിക്കണ്ട, നാണം കെടുത്തണ്ട, അവളെ നാണം കെടുത്തണ്ട. അവൾ ചെയ്ത തെറ്റ് നമുക്ക് മറച്ചു വയ്ക്കാം. അങ്ങനെയല്ലേ ചിന്തിക്കുക. ചുരുക്കി പറഞ്ഞാൽ സ്നേഹം മാത്രം ഉണ്ടായാൽ മതി. അതാണല്ലോ കർത്താവ് തന്ന ആദ്യത്തെ കൽപ്പന. എല്ലാത്തിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അപ്പോൾ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കുന്നതിൻ്റെ ഈ 2-ാം ദിവസം യേശുവിൻ്റെ ഹൃദയത്തിലെ 5-ാം ആയിരിക്കണമെങ്കിൽ സ്നേഹം എന്ന പുണ്യം കൊണ്ട് നിറയണം. കർത്താവ് തന്നെ പറയുന്നു, ഈ 5-ാം കുറച്ച് പേരെ എത്തുകയുള്ളൂ എന്ന്. നമ്മൾ പലപ്പോഴും തോറ്റു പോകാറുണ്ടല്ലേ. പെട്ടെന്നൊക്കെ പ്രതികരിച്ച് ഒരു നീരസമൊക്കെ മനസ്സിൽ കടന്നു വന്ന്, നാലും അങ്ങനെയൊക്കെ ചെയ്തില്ലേ, നാലും ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, അപ്പോൾ സ്നേഹത്തിൻ്റെ ആ ഒഴുക്കിനൊരു കുറവ് വരും. ശരിയാണ് സഹോദരങ്ങളെ, നമ്മളെപ്പോഴും തോറ്റുപോകും. ഈശോ ആഗ്രഹിക്കുന്ന സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഇന്നുവരെ വന്നിട്ടില്ല എന്ന നഗ്ന സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ എന്തുമാത്രം ചെറിയവരാണ്, എന്തുമാത്രം ബലഹീനരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തന്നെ നമുക്ക് എളിമ കിട്ടും. കാരണം നമ്മൾ ആരൊക്കെയോ ആണ് എന്നാണ് ഇവിടെ തോന്നൽ. കാരണം ഉപവസിക്കുന്നുണ്ട്, ധാരാളം ജപമാലകൾ ചൊല്ലുന്നുണ്ട്, എപ്പോഴും അതരങ്ങളിൽ ജപമാലയാണ്, ഏതെല്ലാം ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു, എന്തെല്ലാം ദാനധർമ്മങ്ങൾ നടത്തുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ ആണ്. പക്ഷേ നമ്മുടെ മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് സ്നേഹം ചോർന്നു പോകുന്നത് ഈ പ്രവർത്തനങ്ങളുടെ ഇടയിൽ നമ്മൾ അറിയില്ല. എന്തുമാത്രമാണ് പ്രാർത്ഥിച്ചു കൂട്ടുന്നത്, പക്ഷേ വാ തുറന്നാൽ മറ്റുള്ളവരുടെ കുറവുകൾ മാത്രമേ കണ്ടുപിടിക്കൂ. അങ്ങനെ വരുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് എന്ത് ഫലം? വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കുന്നതിൽ എന്തർത്ഥം? തിരുഹൃദയത്തിൻ്റെ അറയിലേക്ക് ഓടിക്കയറാം എന്ന് പറയുന്നതിൽ എന്തർത്ഥം? ഒരർത്ഥവുമില്ല. പ്രിയ കൂട്ടുകാരെ, ഈ വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഒരുക്കത്തിൻ്റെ 2-ാം ദിവസം, ഈശോയുടെ തിരുഹൃദയ വണക്കമാസത്തിൻ്റെ 6-ാം ദിവസം, 5-ാം നാം പ്രവേശിച്ചിരിക്കുമ്പോൾ നമുക്ക് ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് യാചിക്കാം മാധ്യസ്ഥം. എന്തിനാണെന്നോ, ഈശോ ആഗ്രഹിക്കുന്ന സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് വെച്ച് തരണമേ. മനുഷ്യരോടുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിലെ അഗ്നിജ്വാല, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമാകുന്ന സ്നേഹാഗ്നിജ്വാല ഞങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന്
തിരി കൊളുത്തി തരണമേ എന്ന്. ആ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ ഹൃദയത്തിൽ ദൈവം സ്നേഹം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മറ്റൊരു വ്യക്തിയാകും. വളരെ വ്യത്യസ്തമായിട്ടൊരു ജീവിതമായിരിക്കും, കാഴ്ചപ്പാടായിരിക്കും പിന്നെ ഉണ്ടാവുക. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഇന്ന് അതിനു വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് വ്യാഴാഴ്ചയാണ് കേട്ടോ. പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണ് ഈ വ്യാഴാഴ്ച. മനുഷ്യരോടുള്ള സ്നേഹത്താൽ തുടിക്കുന്ന ഒരു ഹൃദയമാണ്, കത്തിജ്വലിക്കുന്ന ഹൃദയം. ഇന്ന് നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചെറിയ പ്രതിഷ്ഠാജപം ചൊല്ലാം. പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനുമായി അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയുടേതാകുന്നു. അങ്ങയുടേതായി തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ തിരുഹൃദയത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ സമർപ്പണത്തെ കരുണാപൂർവം സ്വീകരിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് തിരുഹൃദയത്തിൻ്റെ ജപമാല ചൊല്ലണം. തിരുഹൃദയത്തിൻ്റെ ലുത്തിനിയ ചൊല്ലണം. അതുപോലെ വണക്കമാസത്തിലെ പ്രാർത്ഥനകളും നമ്മൾ ചൊല്ലണം. നാളെ തിരുഹൃദയത്തിൻ്റെ തിരുനാളാണ്. തിരുഹൃദയത്തിൻ്റെ കത്തിജ്വലിക്കുന്ന സ്നേഹാഗ്നി ഞങ്ങളിലേക്കും ഒന്ന് കൊളുത്തിത്തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് 6-ാം തീയതിയിലെ ജപം. ആത്മാക്കളുടെ ഉത്തമ സ്നേഹിതനായ ഈശോയെ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. എൻ്റെ ശക്തിയൊക്കെയും കൂടെ സ്നേഹിക്കുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ രക്ഷ ഇത്രയധികം ആഗ്രഹിക്കുന്ന അങ്ങയുടെ നിത്യസ്നേഹത്തെ ഓർക്കാതെ ഇരിക്കുന്നത് എത്രയോ വലിയ നന്ദിഹീനതയായിരിക്കുന്നു. എത്രയും മാധുര്യം നിറഞ്ഞ ദിവ്യഹൃദയമേ, അങ്ങയുടെ ദിവ്യഹൃദയത്തിലെ മുറിവുകൾ ഞാൻ കണ്ടിട്ടും എൻ്റെ ആത്മാവിൽ ദയയും സ്നേഹവും തോന്നാതിരിക്കുന്നതിനാൽ അത്യന്തം ഖേദിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ സമ്പൂർണ്ണ സന്തോഷമായ ഈശോയെ, ഞാൻ എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി ഗ്രഹിച്ച് മനസ്താപപ്പെടുന്നതിന് അങ്ങേ എൻ്റെ ഹൃദയമൊക്കെയോടും കൂടെ സ്നേഹിക്കുന്നതിനും ഇടവരുത്തി അരുളണമേ. കർത്താവെ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരളണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ്റെ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. 3 സ്വർഗസ്ഥനായ പിതാവേ, 3 നന്മ നിറഞ്ഞ മറിയമേ, 3 തൃത്വസ്തുതി ചൊല്ലാം. അതിനുശേഷം ഈശോ മിശിഹായുടെ തിരുഹൃദയ ലുത്തിനിയ ചൊല്ലാം. ഇന്നത്തെ സുഹൃജപം. ഈശോയുടെ ദിവ്യഹൃദയമേ, എൻ്റെ സ്നേഹമായിരിക്കണമേ. ഇന്നത്തെ സൽക്രിയ. ഈശോയുടെ ദിവ്യഹൃദയം നൽകുന്ന അനുഗ്രഹത്തിന്മേൽ അല്പനേരം ധ്യാനിക്കുക. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഈ തിരുഹൃദയ വണക്കം മാസത്തിൻ്റെ സുഹൃജപം കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. കാരണം ഇന്ന് 5-ാം മറയിലും നമ്മൾ ധ്യാനിച്ചത് സ്നേഹത്തെക്കുറിച്ചാണല്ലോ. ദൈവം അത് മുന്നേ കൂട്ടി തന്നെ പറഞ്ഞു തന്നതുപോലെ തിരുഹൃദയ വണക്കമാസം എടുത്തപ്പോൾ ഇന്നത്തെ സുഹൃജപം ഈശോയുടെ ദിവ്യഹൃദയമേ, എൻ്റെ സ്നേഹമായിരിക്കണമേ എന്നാണ്. ഈശോ നമ്മുടെ സ്നേഹമാണെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി നാം എന്തും ത്യജിക്കും. ഈശോയുടെ ഹൃദയത്തിൽ കയറിപ്പറ്റിയാൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും പറ്റും. ഈശോയുടെ ഹൃദയത്തിൽ കയറിപ്പറ്റണമെങ്കിൽ ആദ്യം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ കയറിപ്പറ്റണം. പ്രിയ സഹോദരങ്ങളെ, വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കത്തിൻ്റെ 2ാമത്തെ ദിവസമാണ് ഇന്ന്. നാളെയാണ് 3ാമത്തെ ദിവസം. അത് തിരുഹൃദയ തിരുനാളിൻ്റെ ദിവസമാണ്. ഈ ദിവസങ്ങളിൽ നമ്മളോട് പരിശുദ്ധ അമ്മ എലിസബത്ത് സാൻഡോ വഴിയായി പറഞ്ഞുവല്ലോ, ഒരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കാൻ. എല്ലാവരുടെ വീട്ടിലും മെഴുകുതിരി കത്തിച്ചു വയ്ക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല.
അതുകൊണ്ട് പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിൽ സ്നേഹാഗ്നി ജ്വാലയെ ഓർക്കാൻ ഞാൻ എൻ്റെ വീട്ടിൽ ബാറ്ററിയുള്ള ഒരു മെഴുകുതിരിയാണ് കത്തിച്ചു വെച്ചത്. ആ പ്രകാശം കാണുമ്പോഴൊക്കെ പരിശുദ്ധമ്മേ, ഇത് നിൻ്റെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാലയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ പ്രകാശം, ഈ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ധാരാളം മക്കൾ വിളിച്ചു പറയുന്നുണ്ട്, ഈ പ്രതിഷ്ഠ തുടങ്ങിയപ്പോഴേ അവർക്ക് അനുഭവങ്ങളാണ്. സുഗന്ധാഭിഷേകം കിട്ടുന്നു. പ്രിയ സഹോദരങ്ങളെ, പ്രത്യേക വ്യത്യസ്തമായിട്ടുള്ള ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. മാതാവ് ഇടപെടുന്നുണ്ട്. പാവം മാതാവ്, നമ്മളൊക്കെ പാപികളാണെന്നറിയാം. അതുകൊണ്ട് ചെറിയ ചെറിയ അടയാളങ്ങൾ തന്നാലേ സന്തോഷം ഉണ്ടാകൂ എന്നറിയാവുന്നത് കൊണ്ടാണ് അമ്മ ഈ അടയാളങ്ങളൊക്കെ തരുന്നത്. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴേ ഒരുപാട് ജപമാലയും മെഡലുകളുമായി ഒരു സഹോദരൻ വന്നു. ഇന്നത്തെ ദിവസം വീണ്ടും ഒരു അടയാളത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ രണ്ടാമത്തെ ദിവസം, അതായത് ഇന്നലെ, മാതാവ് എനിക്കും ഒരു സുഗന്ധത്തിൻ്റെ അടയാളം തന്നു. സന്തോഷമായിരിക്കുകയാണ്. ഞാനൊരു സിസ്റ്ററുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയി. അവിടെ വെച്ച് ജപമാലയിൽ പരിശുദ്ധ അമ്മ സുഗന്ധാഭിഷേകം തന്നു. ഈ സുഗന്ധാഭിഷേകമെല്ലാം തരുന്നതിൻ്റെ അടയാളം ഇത്രയേ ഉള്ളൂ, അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് കാണിക്കുന്നതാണ്. പ്രിയ കൂട്ടുകാരെ, നമുക്ക് സുഗന്ധ അഭിഷേകം ലഭിച്ചു എന്നത് സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയല്ല കേട്ടോ. അത് അമ്മയുടെ കരുണ കൊണ്ട് അമ്മ കാണിച്ചു തന്ന ഒരു അടയാളമാണ്. നമ്മുടെ ജീവിതം സുഗന്ധാഭിഷേകമുള്ളതാക്കി മാറ്റിയാലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. നമ്മൾ നേരത്തെ വായിച്ച് കേട്ടില്ലേ, അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവചനപരവും ഒന്നും ഒരു പ്രയോജനവും ഇല്ലാതെ വരുന്ന സന്ദർഭമാണ് സ്നേഹമില്ലാത്ത അവസ്ഥയിലായിരിക്കുക എന്നത്. അപ്പോൾ സ്നേഹം തന്നെയാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ട സുഹൃതം. അതിലേക്കുള്ള ചെറിയ ചെറിയ ഓരോ സന്തോഷങ്ങളാണ് ഈ അടയാളങ്ങളൊക്കെ. അനേകം മക്കൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായി. അതുപോലെ തന്നെ ഈ 3 ദിവസത്തെ ഒരുക്കം വളരെ ഇഷ്ടപ്പെട്ടു എന്ന്. കാരണം പലർക്കും 33 ദിവസത്തെ ഒരുക്കം കൊണ്ടുപോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്. അപ്പോഴാണ് 3 ദിവസത്തെ ഒരുക്കത്തിൽ പ്രതിഷ്ഠ പുതുക്കാം എന്ന അറിവ് കിട്ടുന്നതെന്ന്. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും നമുക്ക് ഒരുമിച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് കയറി പറ്റണം. അന്ത്യകാലമാകുമ്പോഴേക്കും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ലോകം മുഴുവൻ വന്ന് കയറണം. അതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ അമ്മ മാതാവ് എല്ലാം നോക്കിക്കോളും. ഈ പ്രതിഷ്ഠ പുതുക്കാനുള്ള ഓരോ ഓഡിയോയും വീഡിയോയും ഇടുമ്പോഴും പ്രിയ കൂട്ടുകാരെ, വളരെയധികം സഹനങ്ങളും സാത്താൻ്റെ ആക്രമണങ്ങളും എനിക്കുണ്ടാവുകയാണ്. ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയും നടക്കാൻ പറ്റാത്ത അവസ്ഥയും, എന്തൊക്കെ കാര്യങ്ങളെ കൊണ്ട് ഉപദ്രവിക്കാമോ അതുപോലെ ഉപദ്രവിക്കുന്നുണ്ട്. എന്താണെന്നോ, സാത്താൻ്റെ ശത്രുവാണ് കന്യകാമറിയം. ഉൽപ്പത്തി 3:15 പറയുന്നുണ്ടല്ലോ, സാത്താൻ്റെ ശത്രു കന്യകാമറിയമാണ്. കാരണം എന്താണെന്നോ, ഈ കന്യകാമറിയമാണ് യേശുവിലേക്ക് അവസാന കാലത്തിൽ മനുഷ്യരെ കൊണ്ടുപോകുന്നത്. അവൾ അതിനു വേണ്ടി പ്രയത്നിക്കുകയാണ്. ഇത് അവനെ കണ്ടുകൂടാ. അതുകൊണ്ട് ആരെല്ലാം കന്യകാമറിയത്തിൻ്റെ ഈ കൃപകളെ ലോകത്തിന് പ്രസിദ്ധപ്പെടുത്തുന്നോ അവർക്കെല്ലാം അവൻ വലിയ പീഡനങ്ങൾ കൊടുക്കും. അത് നമ്മുടെ കർത്താവിനോട് അനുവാദം ചോദിച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് പതറരുത് കേട്ടോ. ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ തന്നെയല്ലേ വന്നത് എന്ന് പറയരുത്. പാവം കർത്താവ് അവിടെ ഇരുന്ന് വലിയ അഭിമാനത്തോടു കൂടെ സാത്താനോട് പറഞ്ഞിരിക്കുകയാണ്, നീ പോയി പരീക്ഷിച്ചോ, എൻ്റെ മോൻ പതറില്ല. നീയൊന്ന് പരീക്ഷിച്ചു നോക്ക്, എൻ്റെ മോള് പതറില്ല എന്ന്. അങ്ങനെ നമ്മിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണ് ഈ സാത്താനെ ഈശോ പറഞ്ഞു പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു രോഗപീഠ വന്നു, ഒരു സാമ്പത്തികം വന്നു,
നമുക്ക് ആകെ പ്രശ്നമായി. ജീവിത പങ്കാളി അടിക്കടി ഉപദ്രവം തന്നെ, പൊറുക്കാൻ പറ്റാത്ത തെറ്റുകൾ ചെയ്യുന്നു, മക്കളൊക്കെ ഇതേ കൈവെപ്പ് ശുശ്രൂഷ തുടങ്ങി. പ്രിയ കൂട്ടുകാരെ, തളരരുത്. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചാൽ നമുക്ക് പീഡനങ്ങൾ വരും. കാരണം ഇതാണ്, അമ്മ ആത്മാക്കളെ യേശുവിലേക്ക് എത്തിക്കുമെന്ന് അവനറിയാം. അതുകൊണ്ട് അമ്മയോട് കൂട്ടുപിടിക്കുന്നവരെ എങ്ങനെയെങ്കിലും തളർത്തി അമ്മയിൽ നിന്ന് അടർത്തി കൊണ്ടുപോകണം. അതിനാണ് ഈ സഹനങ്ങളും ഈ പീഡനങ്ങളും ഒക്കെ തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എങ്ങനെ അതിനെ അതിജീവിക്കണം? ഓരോ സഹനങ്ങളും ഒട്ടും നാശമാക്കാതെ, വൃഥാവിലാക്കാതെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരിച്ച് പരിശുദ്ധ അമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചാൽ അവൻ്റെ ശക്തി തീർത്തും ഇല്ലാതാകും. സങ്കീർത്തനം 97:3 അഗ്നി അവൻ്റെ മേൽ അയക്കും എന്ന് നമുക്ക് ധൈര്യപൂർവം പറയാം. കത്തി എരിയിച്ച് കളയും നമ്മുടെ കർത്താവ് അവൻ്റെ ശക്തിയെ തക്ക സമയത്ത്. അതുവരെ മാത്രമേ നമ്മളെ പരീക്ഷണത്തിന് വിട്ടുകൊടുക്കുകയുള്ളൂ. നമ്മളെപ്പോഴും യേശുവിൻ്റെ കരങ്ങളിലാണ്, പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലാണ് എന്ന് ഓർത്തിട്ട് വേണം ജീവിക്കാൻ. അല്ലെങ്കിൽ കൂടുതലൊന്ന് പ്രാർത്ഥിക്കും തോറും പരീക്ഷണങ്ങൾ വരുമ്പോൾ ആകെ തളരും. ഇത്രയൊക്കെ പ്രാർത്ഥിച്ചാൽ മതി, വല്ലാണ്ടാവണ്ട. വല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഇല്ലാണ്ടാവുമെന്ന്. അങ്ങനെയാണ് പലരും പറയുക. അമിതമായിട്ടൊന്നും വേണ്ട, പക്ഷേ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരും. പേടിച്ച് ഓടരുത്. നമ്മൾ ധൈര്യപൂർവ്വം ഇതിനെ ഫൈറ്റ് ചെയ്ത് ജീവിച്ചാൽ ഈ സഹനമൊക്കെ മഹത്വമാക്കിയിട്ട് പരിശുദ്ധ അമ്മ നമുക്ക് തന്നെ കാണിച്ചു തരും. നമ്മുടെ ലക്ഷ്യം എപ്പോഴും ആത്മാക്കളെ നേടണം, പാപികൾ മാനസാന്തരപ്പെടണം, ശുദ്ധീകരാത്മാക്കൾക്ക് രക്ഷ കിട്ടണം. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ പ്രതിഷ്ഠ പുതുക്കലും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും പരിശുദ്ധ നമ്മുടെ വിമല ഹൃദയത്തിലേക്ക് കൊണ്ടുവരാനാണ് എന്ന ബോധ്യം വേണം. അല്ലാതെ ഈ പ്രതിഷ്ഠ കഴിയുമ്പോൾ എനിക്ക് ഒരു കാറ് വാങ്ങണം, എനിക്ക് ഒരു ജോലി കിട്ടണം, ഈ പ്രതിഷ്ഠ കഴിയുമ്പോൾ ഒരു നല്ല കല്യാണം കിട്ടണം, ഒരിക്കലും അങ്ങനെ ഭൗതിക കാര്യങ്ങൾ ലക്ഷ്യം വെച്ച് ഈ പ്രതിഷ്ഠ പുതുക്കരുത് കേട്ടോ. നമ്മൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ മതി. ബാക്കി എല്ലാം ദൈവം തരും. കാരണം നമ്മളെ ഈ ലോകത്തിലേക്ക് ജീവിക്കാൻ വിട്ടത് ദൈവമല്ലേ. ഇവിടെ ജീവിക്കണമെങ്കിൽ പൈസ വേണം, ഭക്ഷണം വേണം, വസ്ത്രം വേണം, വണ്ടി വേണം, ഒക്കെ അറിയാം ഈശോയ്ക്ക്. ഈ വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കുന്നത് ആത്മാവിൻ്റെ രക്ഷയ്ക്കാണ് എന്ന് എപ്പോഴും ഓർക്കണേ. ഇന്ന് വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഒരുക്കം 2-ാം ദിവസം. നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസ പ്രമാണം, പ്രതിഷ്ഠാ ജപം, കർത്താവിൻ്റെ മാലാക ഇവ ചെല്ലണം. ഇന്നലെ നമ്മൾ വിശ്വാസവും പ്രത്യാശയുമാണ് ധ്യാനിച്ചത്. ഇന്ന് നമ്മൾ ഉപവിയും എളിമയുമാണ് ധ്യാനിക്കുക. അപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലാം, അത് കഴിഞ്ഞാൽ പ്രതിഷ്ഠാജപം ചൊല്ലാം. പ്രതിഷ്ഠാജപം ഇങ്ങനെയാണ്: എൻ്റെ രാജ്ഞി, എൻ്റെ അമ്മേ, ഞാൻ എന്നെ പൂർണ്ണമായി അവിടത്തേക്ക് നൽകുന്നു. എൻ്റെ ഭക്തിയുടെ അടയാളമായി ഇന്നേ ദിവസം എൻ്റെ കണ്ണുകൾ, എൻ്റെ കാതുകൾ, എൻ്റെ അധരം, എൻ്റെ ഹൃദയം, എൻ്റെ സർവസ്വവും പരിധിയില്ലാതെ അങ്ങേക്ക് ഞാൻ പ്രതിഷ്ഠിക്കുന്നു. നല്ല അമ്മേ, ഞാൻ അവിടുത്തേതാകയാൽ എന്നെ അങ്ങയുടെ സ്വത്തും ഉടമസ്ഥതയിലുള്ളതുമായി സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന സുകൃതം ഉപവിയും എളിമയുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, ഉപവി എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ സംജാതമാകുവാനും അത് വളർന്ന് വർദ്ധിച്ച് 100 മേനി ഫലം പുറപ്പെടുവിക്കാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥന ചൊല്ലാം. പരിശുദ്ധാരൂപിയെ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, അതിനെ ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ കാണട്ടെ. പരിശുദ്ധാരൂപിയെ എൻ്റെ മനസ്സിലേക്ക് വരണമേ, ഞാൻ ദൈവത്തെപ്പറ്റി അറിയട്ടെ. പരിശുദ്ധാരൂപിയെ എൻ്റെ ആത്മാവിലേക്ക് വരണമേ, അങ്ങനെ ഞാൻ ദൈവത്തിൻ്റേത് മാത്രമായിരിക്കട്ടെ. ഞാൻ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും എല്ലാം വിശുദ്ധീകരിക്കണമേ. അവയെല്ലാം ദൈവമഹത്വത്തിനായി ഭവിക്കട്ടെ. ആമേൻ. ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു തൃത്വസ്തുതി നമ്മൾ ചൊല്ലണം. അടുത്ത പുണ്യമാണ്, സുകൃതമാണ് എളിമ. പരിശുദ്ധ ദൈവമാതാവേ, എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ സംജാതമാകുവാനും അത് വളർന്ന് വർദ്ധിച്ച് 100 മേനി ഫലം പുറപ്പെടുവിക്കുവാനും എന്നെ സഹായിക്കണമേ.
വീണ്ടും പരിശുദ്ധാരൂപിയോടുള്ള പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവേ തൃത്വസ്തുതി ചൊല്ലാം. ഇപ്പോൾ നമ്മൾ വിശ്വാസം, പ്രത്യാശ, ഉപവി, എളിമ 4 സുകൃതങ്ങൾ ധ്യാനിച്ചു കഴിഞ്ഞു. ഈ 4 നമുക്ക് ലഭിക്കാൻ പ്രാർത്ഥിക്കണം. എളിമ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള എളിമ നമുക്ക് വേണം. യഥാർത്ഥത്തിലുള്ള എളിമ എന്ന് പറഞ്ഞാൽ ശൂന്യമാകാനുള്ള വരം നമുക്ക് വേണം. അത് നമുക്ക് യാചിച്ച് ചോദിച്ചെടുക്കാം. അതുപോലെ യഥാർത്ഥ സ്നേഹം, ദൈവസ്നേഹവും പരസ്നേഹവും, ഇതെങ്ങനെയാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ളതാണോ എന്ന് അറിയുക? അത് നമ്മൾ നമ്മെ തന്നെ പരിശോധിച്ചാൽ മതി. ഇന്ന വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, എന്തോ ഒരു ചെറിയൊരു അകൽച്ച. ഇന്ന വ്യക്തിയെ കാണുമ്പോൾ അവൻ നമ്മൾക്കെതിരെ ചെയ്ത എല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സ്നേഹത്തിൻ്റെ വിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ നമ്മൾ നമ്മെ തന്നെ, ജീവിത പങ്കാളിയെ കാണുമ്പോൾ ഒരിക്കലും നമുക്ക് ചിരിക്കാൻ തോന്നുന്നില്ല. അതെവിടെയോ അവിടെ സ്നേഹം മുറിഞ്ഞു പോയിട്ടുണ്ട്. അമ്മയെ കാണുമ്പോൾ മകന് മുഖത്ത് നോക്കാനേ തോന്നുന്നില്ല. അമ്മയാണ് ജീവിതത്തിലത്തെ ഏറ്റവും വലിയ ശത്രു. അങ്ങനെയാണ് മക്കൾ. അപ്പോൾ ചിന്തിക്കണം, ഇവിടെ സ്നേഹത്തിൻ്റെ എവിടെയോ വിള്ളൽ സാത്താൻ വരുത്തിയിട്ടുണ്ട്. അമ്മയ്ക്ക് മക്കളെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറാൻ തോന്നുന്നു. അവിടെയും സ്നേഹത്തിൻ്റെ വിള്ളൽ വന്നു. ചിലപ്പോൾ മക്കളുടെ ഭാഗത്തു നിന്നായിരിക്കാം, ചിലപ്പോൾ ഈ പെറ്റമ്മയുടെ ഭാഗത്തു നിന്ന് തന്നെയായിരിക്കാം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവുക. അയൽവക്കക്കാരെ കണ്ടു കഴിഞ്ഞാൽ മുഖത്ത് നോക്കാനേ തോന്നുന്നില്ല. ചിലരൊക്കെ അയൽപ്പക്കത്തെ ആളുകൾ ഇറങ്ങി നിന്നാൽ വാതിലടച്ച് കയറിപ്പോരും. സ്നേഹത്തിൻ്റെ വലിയ വിള്ളലാണ് അവിടെ കിടക്കുന്നത്. ഇതൊക്കെ നമ്മൾ തന്നെ പരിശോധിച്ചാൽ മതി, വേറെ എവിടെയും പോവണ്ട. നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കണേ എന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്. പ്രിയ കൂട്ടുകാരെ, പാപികളാണ് നമ്മൾ, ബലഹീനരാണ് നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് ആഴത്തിൽ അനുദപിച്ച് എളിമപ്പെട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ ഹൃദയത്തോട് യാചിക്കാം. ദൈവമേ, എന്ന് ഞങ്ങൾ നീ ആഗ്രഹിക്കുന്ന സ്നേഹത്തിൽ നിറയും, എന്ന് ഞങ്ങൾക്ക് ദൈവസ്നേഹവും പരസ്നേഹവും നീ ആഗ്രഹിക്കുന്നത് പോലെ കിട്ടും. നമുക്ക് കർത്താവിനോട് യാചിച്ചു പ്രാർത്ഥിക്കാം. നാളെ തിരുഹൃദയ തിരുനാളിൻ്റെ ആ ദിവസം നാളെ എത്തുമ്പോൾ ദൈവമേ, നിൻ്റെ തിരുഹൃദയത്തിൻ്റെ ആദ്യത്തെ അറയിലൊന്ന് പ്രവേശിക്കാൻ ഞങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നീ കൊണ്ടുപോകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ ഈശോ ഈ എലിസബത്ത് സാൻഡയോട് പറഞ്ഞു അത്രേ ഈ സ്നേഹത്തെക്കുറിച്ച്. ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് കേട്ടോ. അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്, കൊടുക്കാൻ പറ്റില്ല, പക്ഷേ അത് കിട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണ് ഈ സ്നേഹം. നമ്മളെപ്പോഴും സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കും, എന്നിട്ട് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കുമോ? ഇല്ല. അപ്പോഴാണ് ഈ സ്നേഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരിക. നമുക്ക് നമ്മെ ഒരാൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ്, നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ്. പക്ഷേ മറ്റുള്ളവരൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളും തിരിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കണം. ഇത് തന്നെയാണ് സ്നേഹം. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് സ്നേഹം പ്രതീക്ഷിക്കും. തിരിച്ച് സ്നേഹം പ്രതീക്ഷിക്കാതെ സ്നേഹിക്കണമെന്നാണ് ഈശോ പറയുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ വിചാരിക്കും, എന്നാലും എന്നെ സ്നേഹിച്ചില്ലല്ലോ, ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചിട്ട്. അങ്ങനെയല്ലേ നമ്മളൊക്കെ? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ആ ഒരു സ്റ്റേജിൽ നിന്ന് ഉയർന്ന് അവർ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും നമുക്ക് അങ്ങോട്ട് സ്നേഹിക്കാം എന്ന ഒരു നിലയിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ ഇവിടെ ഈശോ എലിസബത്ത് സാൻഡയോട് പറയാണ്, എലിസബത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു സർവകലാശാലയിൽ പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് തുടങ്ങിയിരുന്നത്രേ. അപ്പോൾ അതിനെ കർത്താവ് അടച്ചു കളഞ്ഞു, ആ വഴി അടച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ, നീ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് കയറാനായിട്ട് നോക്കിയില്ലേ, ഞാനാണ് ആ വഴി അടച്ചത് എന്ന്. പോരെ,
നല്ല സന്തോഷമാകും. എന്നിട്ട് പറയാണ്, ഇനി നീ എൻ്റെ വിദ്യാർത്ഥിനി ആയിരുന്നാൽ മതി, ഞാനാണ് നിൻ്റെ ഗുരു, നീ ഒന്നും വേറെ ശ്രദ്ധിക്കണ്ടാത്രേ. അപ്പോൾ എലിസബത്ത് പറഞ്ഞു, കർത്താവേ, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈശോ എടുത്തു കാണിച്ചു കൊടുത്തു. എലിസബത്തോ ഈശോയെ വേദനിപ്പിച്ചിട്ടുള്ള അനേക സംഭവങ്ങൾ കാണിച്ചു കൊടുത്തു. അവസാനം പറഞ്ഞു, നീ കൂട്ടുകാരോടൊപ്പം ദേവാലയത്തിൻ്റെ സമീപം നിന്ന് കൂട്ടുകാരോട് യാത്ര പറഞ്ഞ് പോയപ്പോൾ നീ ആ ദേവാലയത്തിൻ്റെ മുമ്പിൽ നിന്ന് എന്നോടൊന്ന് യാത്രാവന്ദനം പറഞ്ഞില്ലല്ലോ. എനിക്കത് ഭയങ്കര വിഷമമായി. എങ്ങനെയുണ്ട്, ഈശോയും സ്നേഹം ആഗ്രഹിക്കുന്നു എന്ന്. അപ്പോൾ പിന്നെ മനുഷ്യർ സ്നേഹം ആഗ്രഹിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം, അല്ലേ? നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, സ്നേഹമെന്ന പുണ്യം നമ്മുടെ ഹൃദയത്തിൽ നിറച്ചു തരണമേ. ഈ 2-ാം ദിവസത്തെ ഒരുക്കത്തിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. ആമേൻ.